തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് നീതി നടപ്പാക്കാനുള്ള ആയുധമാണ് വിവരാവകാശ നിയമമെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് ഹാളിൽ നടത്തിയ ശില്പശാലയിൽ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമം വഴി പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നീതി ലഭിക്കും. സമൂഹത്തിലെ ഏതൊരാൾക്കും ഭരണ നടപടി നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുമെന്നതാണ് നിയമത്തിൻ്റെ പ്രത്യേകത. അവരുടെ അന്വേഷണങ്ങളെ ഉദ്യോഗസ്ഥർ അനുഭാവപൂർവ്വം പ്രതികരിക്കണം. ഏതു സാധാരണക്കാരനും വിവരം അന്വേഷിക്കാം. അപേക്ഷകളിൽ ജനപക്ഷത്തു നിന്ന് നടപടി സ്വീകരിക്കണം. നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഇത്തരക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് അനുവദിക്കരുത്. ജനാധിപത്യത്തിൽ പൗരന്മാരുടെ ആയുധമാണ് വിവരാവകാശ നിയമം. മനഃപൂർവ്വം വിവരം നൽകാതിരുന്നാലുള്ള നഷ്ടം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. മലപ്പുറത്തുള്ളവർ കടൽ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടു എന്ന് പറയുന്നവരെല്ലാം കണ്ടിട്ടുള്ളത് തീരത്തെ പഞ്ചാര മണലും അതിൽ വന്നടിക്കുന്ന തിരമാലകളെയും മാത്രമാണ്. ഇനി പറയൂ, കടൽ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടില്ല. കടലിനെ കാണണമെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലണം. കടലിലുള്ള എല്ലാ വിഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം, അത് മനസ്സിലാക്കണം, ആസ്വദിക്കണം. അതറിയാത്ത, അത് കാണാത്ത നമ്മൾ തീരത്തിൽ നിന്ന് തിരയെയും പഞ്ചാര മണലിനെയും കണ്ടിട്ട് പറയുകയാണ് ഞാൻ കടൽ കണ്ടിട്ടുണ്ട്. വിവരാവകാശ നിയമം വളരെ ചെറിയൊരു നിയമം, ആകെ 31 വകുപ്പുകളെ ഉള്ളൂ. പക്ഷെ കടൽ പോലെ ആഴത്തിൽ സർക്കാരിന്റെയും മനുഷ്യ ജീവിതത്തിന്റെയും സമസ്ത മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന അതിശക്തമായ ഒരു നിയമമാണ് വിവരാവകാശം. ഈ നിയമം ബഹുമാന്യനായ MLA പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ട് 2005 വന്നു. ഇപ്പോ 20 കൊല്ലമായി. ഈ 20 വർഷക്കാലം ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ വിവരാവകാശ പ്രവർത്തനം ചെയ്തിട്ടുള്ളവരാണ്, സേവനം ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എൻ്റെ ലളിതമായ വിനീതമായ അഭ്യർത്ഥന, 20 ആണ്ടിന് ശേഷം നമ്മൾ ഒരു സ്വയം വിചാരണയ്ക്ക് തയ്യാറാണ്. ഈ നിയമത്തെ പിറന്ന കോലത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയത് മുതൽ 20 ആണ്ടിന്റെ യൗവനത്തിലേക്ക് കാലം അതിനെ കൊണ്ട് എത്തിച്ച ഈ വേളയിൽ നമ്മൾ ഈ നിയമത്തിന്റെ ശക്തിക്ക്, പ്രതാപത്തിന്, ഉന്മേഷത്തിന്, ഊർജത്തിന് എന്ത് സമ്മാനമാണ്, സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും വിശകലനം ചെയ്യണം. കാരണം നമ്മളാണ് ഇതിന്റെ കാറ്റലിസ്റ്റ്, നമ്മളാണ് ഇതിന്റെ ടൂൾസ്. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ടൂൾ എക്സിക്യൂട്ടീവാണ്. അക്കാര്യത്തിൽ വളരെ കൂടുതൽ ഉത്തരവാദിത്തോടെ ചെയ്യാൻ ഉള്ളത് വിവരാവകാശ നിയമത്തിൽ നമുക്ക് മാത്രം. ശില്പശാല കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ VR വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.